അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരം. ഞാൻ ഇന്ന് ഈ ഭാഗം വായിച്ചു വന്നപ്പോ ഒത്തിരി ഞാൻ ചിന്തിച്ച ആ ഭാഗത്ത് വന്നു. ആ വേർഡ് നിങ്ങൾ കണ്ടോ? ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. അപ്പോ സ്വർഗസ്ഥനായിരിക്കെ ദൈവം ഇസബേൽ എന്നുള്ള സ്ത്രീക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. എത്ര സമയമാണെന്ന് എനിക്കറിയത്തില്ല. ആ സമയം ഈ സ്ത്രീ ചെയ്തുകൊണ്ട് ഇതേ വഷളത്വമാ. എന്നിട്ടും ദൈവം മിണ്ടാതിരുന്നു. ആ മക്കളെ 2-ാം അധ്യായം 4-5 വാക്യം എടുക്കേണ്ട കാര്യമില്ല. ആ ഭാഗം പറയപ്പെടുന്നത് വേർഡ് പ്രകാരമാണ്. ദൈവത്തിൻ്റെതായിരിക്കുന്ന ദയ, ദൈവത്തിൻ്റെതായിരിക്കുന്ന മനസ്സലിവ് നിന്നെ എങ്ങോട്ട് നടത്തണം, മാനസാന്തരത്തിലേക്ക് നടത്തണമെന്നോ അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നുവോ? ഇതല്ലേ ഇസബേലെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു ആലോചന പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്നെന്നെ കേൾക്കുന്നവരുടെ ചിലരുടെയെങ്കിലും ജീവിതത്തില എന്നെ നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ മതിയായൊരു കർത്താവാ എന്റെ കർത്താവ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൽ കടന്നു വരുവാൻ ദൈവം ആഗ്രഹിച്ചിട്ട് അതിനൊരു സമയം തന്നിട്ടും ഇന്നും മാനസാന്തരപ്പെടാതെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഐശ്വര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുവെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ സഹോദര, മറന്നു കളയരുത്. ഈ ഒരു സമയം എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല.